മുസ്ലിംകളുടെ പിന്നെ ജനസംഖ്യാ വളർച്ചയെ കുറിച്ചൊരു കണക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിടുക. പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ഇതാണോ പണി? രാജ്യത്ത് സെൻസസ് നടത്താത്ത പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ പിന്നെ പച്ചയ്ക്ക് വർഗീയത പറയുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം BJPക്ക് ഉണ്ടായി എന്ന് പറയുമ്പോൾ പ്രേക്ഷകരോട് പറയാണ്, പ്രേക്ഷകരിൽ ഒരാളെ പീഡിപ്പിച്ച് എത്ര കാലം ഭരിക്കാൻ കഴിയും എന്നുള്ളത് ശരിക്കും നമുക്കൊന്നും ആലോചിക്കേണ്ട വിഷയം. ആ ഭയം പോയ ഒരു സംഭവം വളരെ പ്രകടമായി നമ്മൾ ഹരിയാനയെ കണ്ടല്ലോ. ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യം മാറിയിരിക്കുന്നു. അതിൽ തന്നെ നരേന്ദ്രമോദിയുടെ മുഖത്തു നോക്കി രാഹുൽ ഗാന്ധിക്ക് അങ്ങേക്ക് ഭയമുണ്ടോ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക്, അതായത് പഴയ കാലത്ത് പ്രധാനമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ ആരും തെറി പറയില്ലായിരുന്നു, പേടിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് വെച്ച്. ഇന്ന് മുട്ടൻ തെറി മാത്രമാണ് കാണുന്നത്. അതായത് പേടിപ്പിച്ച് ഭരിക്കുന്ന രീതിയിലേക്ക് പോകുന്ന സമയത്ത് പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി കൈക്കലാക്കി MLA-മാരൊക്കെ ഇനി എന്ത് ചെയ്യും? തിരിച്ച് കോൺഗ്രസിലേക്ക് പോയുണ്ടാവുന്ന അവസ്ഥ എന്താ? ഒരു സംശയവും വേണ്ട, അവർ മറുകണ്ഠം ചാടും. ലോണ്ടറി പൊളിറ്റിക്സ് എന്നുള്ള രീതിയിൽ നമ്മൾ വാഷിംഗ് മെഷീനാണ് BJP. ഏത് വിഴുപ്പും അതിലിട്ട് അലക്കി പിന്നെ കഴിഞ്ഞാൽ അവർ വൃത്തിയാക്കി എടുക്കും. BJPയും NDAയും എന്ത് പറഞ്ഞാ തുടങ്ങിയത്? 400+ എന്ന് പറഞ്ഞാ തുടങ്ങിയത്. 370 തങ്ങളുടെ മുന്നണിക്ക് 400-ലധികം എന്നൊക്കെ പറഞ്ഞാണ്. ഞങ്ങൾ ഭരണഘടന മാറ്റി പൊളിച്ചെഴുതും, ഇന്ത്യ ആകെ പിന്നെ തങ്ങളുടെ വരുതിയിലാക്കും എന്നൊക്കെ വീമ്പ് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ പിന്നെ BJP ഇന്ന് ഈ പറയുന്ന രീതിയിൽ അത്തരത്തിലുള്ള സംഗതികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് എന്ന് മാത്രമല്ല, ഈ പറയുന്ന തരത്തിൽ അവരുടെ ഇന്റേണൽ സർവേ 165-ലധികം സീറ്റുകളിൽ അവർ പരാജയം നേരിടുന്നു എന്ന ഒരു ഇന്റേണൽ സർവേ വന്നതിന് ശേഷം ആണ് BJP വലിയ തോതിൽ ബാക്ക് ഫുട്ടിലേക്ക് പോയിട്ടുള്ളത്. ആ ലോക്ക് ചെയ്തതിൽ നിന്നും പണി പാളിപ്പോയി. BJPക്ക് ശരിക്കും കിട്ടിയ പണിയാണ് ശരിക്കും കേജ്രിവാൾ പുറത്തു വന്നത് ശരിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് ഇറങ്ങിയത് എന്നുള്ളത് വലിയ ലെവലിലേക്ക് BJP കിട്ടുന്ന ഏറ്റവും വലിയ അടിയാണ്. കാര്യം നമസ്കാരം. BJP സർക്കാർ 2014 അധികാരത്തിൽ വന്നതിന് പിന്നെ ആ ഭരണാവസാനത്തിന് മുൻപ് തന്നെ ജനങ്ങൾക്ക് വലിയ രീതിയിലേക്കുള്ള ഭയമായിരുന്നു. അതായത് നോട്ട് നിരോധനം, അതിനപ്പുറത്തേക്കുള്ള വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ. അതായത് 2000 നോട്ടിനുള്ളിൽ ചിപ്പ് ഉണ്ട് എന്ന് വരെ ജനങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു അവസ്ഥ. ഈ ഒരു ഭരണം വല്ലാത്ത രീതിയിലേക്ക് നീണ്ടുപോകും എന്നുള്ളൊരു സംഭവം. അപ്പോൾ ജനങ്ങൾ വല്ലാത്ത ലെവലിലേക്ക് പേടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇന്ന് ആ ഒരു അവസ്ഥയിൽ നിന്ന് വല്ലാത്ത രീതിയിലേക്ക് ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ അടിച്ചമർത്തൽ പ്രക്രിയക്ക് വലിയ അധികകാലം എന്താണ് പറയാ, ആയുസ് ഉണ്ടാവില്ല എന്ന് എപ്പോഴും നമ്മൾ പറയും, പഴമക്കാരൊക്കെ പറയും. അപ്പൊ അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ പേടിപ്പിച്ച് ഭരിക്കുമ്പോൾ ആരും അനങ്ങില്ല. പക്ഷെ അനക്കം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വല്ലാത്തൊരു അനക്കായിരിക്കും. അപ്പോ അത്തരം ഒരു രീതി ജനങ്ങൾക്ക്, അതായത് പേടിയില്ലാതെ, BJPയെ പേടിയില്ലാതെ ആവുന്ന, എന്തും തുറന്നു പറയാൻ ഭയമില്ലാതെ തുറന്നു പറയുന്ന ഒരു, നമ്മൾ ആലോചിച്ചാൽ അറിയാൻ പറ്റും. ഒരു 5 വർഷം മുമ്പൊക്കെ വല്ലാത്ത രീതിയിലേക്ക് BJPക്കെതിരെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ പോലും എന്നോട് തന്നെ പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നൊക്കെ. പക്ഷെ അന്ന് നമ്മൾ പറഞ്ഞത് ശരിക്കും ജനാധിപത്യം ഇവിടെ പുലരണം, അത് അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്. അപ്പോ അത്തരം ഒരു രീതി സംഭവിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് പേടിയില്ലാതെ, ഭയമില്ലാതെ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ജനങ്ങൾ. അതിന്റെ ഭവിഷ്യത്തുകൾ വലിയ രീതിയിലേക്ക് ബാക്കിൽ വരാനുണ്ട്, അത് വേറെ വിഷയം. വിനോട്ടെ, എന്താണ് ആ ഒരു സാഹചര്യത്തിനെ കുറിച്ച് പറയാനുള്ളത്? നമ്മുടെ വീട്ടിലുള്ള ഒരു നമ്മുടെ കുട്ടിയെ ഭയപ്പെടുത്തി വളർത്താനാണ് ശ്രമിക്കുന്നത്. ഭയപ്പെടുത്തി ഭയത്തിന് കടന്നു ചെല്ലാവുന്ന ഒരു ലിമിറ്റ്. ആ ലിമിറ്റ് തെറ്റിയാൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഭയം എന്ന് പറയുന്ന ഒരു അവസ്ഥ കുട്ടിക്ക് പിന്നെ ഇല്ലാതാവും. ആ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ഒന്നുകിൽ 2 തരത്തിൽ കുട്ടി പെരുമാറാം. ഒന്ന്, ആ ഭയത്തിന് കീഴടങ്ങി അതേ മാനസികാവസ്ഥയിലേക്ക് പോയി ആ ഭയത്തിൽ മുങ്ങിക്കൊണ്ടുള്ളൊരു ജീവിതം നടത്തി പോകുന്ന ഒരവസ്ഥയുണ്ടാകും. മറ്റൊന്ന്, ഇതിനെതിരായി ശക്തമായി പ്രതികരിക്കുന്ന രീതിയിലേക്ക് ആ കുട്ടി മാറും. ഒന്നും പറഞ്ഞാൽ കേൾക്കാത്ത രീതിയിലേക്ക്, കൺട്രോൾ പോലും ഇല്ലാത്ത രീതിയിലേക്ക് മാറും. ഇങ്ങനെയുള്ള ഒരു സ്വഭാവവിശേഷത്തിലേക്കാണ് ഒരു ജനതയും പോവുക. ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഒരു ഭരണകൂടം ആ ജനതയെ അടിച്ചമർത്തിക്കൊണ്ട്, ഭയപ്പെടുത്തിക്കൊണ്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് വ്യാമോഹിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു റിയാക്ഷനിലേക്ക് ആ ജനതയെ നയിക്കുമെന്നതിന് നിരവധിയായ ഉദാഹരണങ്ങൾ. ഒരു ഉദാഹരണം ഞാൻ തന്നെ പറയട്ടെ. അതായത് പഴയ കാലത്ത് പ്രധാനമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ ആരും തെറി പറയില്ലായിരുന്നു, പേടിച്ച്
എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് വെച്ച് ഇന്ന് മുട്ടൻ തെറി മാത്രമാണ് കാണുന്നത്. അതെ, നമ്മൾ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പ്രേക്ഷകർക്ക് ശരിക്കും അനലൈസ് ചെയ്യാൻ കഴിയും. ഈ സംഘപരിവാറിന്റെ കുറെ ആളുകൾക്ക് അനലൈസ് ചെയ്യാൻ കഴിയില്ല. കാര്യം അവര് വാക്കുകൾ കൊണ്ടോ ഉദാഹരണങ്ങൾ കൊണ്ടോ തൃപ്തിപ്പെടാത്ത ആളുകളാണ്. അല്ല, ഈ മാറ്റം വളരെ കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ കേട്ടോ വന്നിട്ട്. അതെ, ഏതാണ്ട് 2ാം ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് 3ാം ഘട്ടം തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന ഘട്ടത്തിലൊക്കെയാണ് ഈ തരത്തിലുള്ള ഒരു ചേഞ്ച് മാധ്യമ ലോകത്താകെ വന്നുകൊണ്ടിരുന്നത്. പതുക്കെ 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 ഗോദി മീഡിയ എന്ന ആക്ഷേപം കേട്ടിരുന്ന ദേശീയ മാധ്യമങ്ങൾ എന്ന ഓമന പേരുള്ള ഹിന്ദി മാധ്യമങ്ങൾ ഉൾപ്പെടെ, ആജ് തക്ക് പോലുള്ള മാധ്യമങ്ങൾ ഉൾപ്പെടെ ആ തരത്തിലുള്ള വാർത്തകൾക്ക് പിന്നെ മോദിയെ വിമർശിക്കുന്ന അല്ലെങ്കിൽ മോദിയുടെ പോരായ്മയെ അല്ലെങ്കിൽ അവരുടെ തകർച്ചയെ ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്ന പുറത്തു വിടാൻ തുടങ്ങി. അല്ല, ഈ വിനോദ് അതിനിടയ്ക്ക് ചെറിയൊരു കാര്യം കൂടെ പറയണം. അതായത് ഇതില് വലിയൊരു സംഭവം ഇനി സംഭവിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതായത് പേടിപ്പിച്ച് ഭരിക്കുന്ന രീതിയിലേക്ക് പോകുന്ന സമയത്ത് പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി കൈക്കലാക്കി MLA-മാരൊക്കെ ഇനി എന്ത് ചെയ്യും? തിരിച്ച് കോൺഗ്രസിലേക്ക് പോയുണ്ടാവുന്ന അവസ്ഥ എന്താ? ഒരു സംശയവും വേണ്ട, അവർ മറുകണ്ഠം ചാടും. ഉറപ്പല്ലേ? അവരെന്തുകൊണ്ടാണ് BJP-യോടൊപ്പം പോയത്? BJP-യോടൊപ്പം പോയത് അവരെ അഴിമതി ചെയ്തതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊള്ളരുതായ്മ ചെയ്തതോ ഒക്കെ ആയിട്ടുള്ള ആളുകൾ എല്ലാ പാർട്ടികളിലും ഉണ്ട്. അധികാരത്തിന്റെ ഭാഗമായിട്ടൊക്കെ കൊള്ളരുതായ്മ ചെയ്തവരൊക്കെ ഉണ്ട്. അവരെയൊക്കെ സ്വാധീനിക്കാൻ, അവരെയൊക്കെ പിടിച്ചെടുക്കാൻ പണം ഉപയോഗിച്ചുകൊണ്ടും ഭയപ്പെടുത്തിക്കൊണ്ടുമാണ് BJP എന്ത് ചെയ്തിട്ടുള്ളത്? അവരെ കൊണ്ടുപോയിട്ടുള്ളത്. തീർച്ചയായും അവർ തിരിച്ചു വരും, ഉറപ്പായിട്ട്. അതായത് ആദ്യം തന്നെ കോൺഗ്രസിനെ ചതിച്ചാണ് BJP-ലേക്ക് പോയത്. തിരിച്ചു ചതി പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും അതിലവർക്ക് യാതൊരു സങ്കോചവും തോന്നേണ്ട കാര്യമില്ല. കാരണം അവരുടെ പ്രത്യയശാസ്ത്രം ഒന്നും നോക്കിയിട്ടില്ല. അവരുടെ മാത്രം ഭാവിയും അവരുടെ മാത്രം സുരക്ഷിതത്വവും നോക്കിയിട്ടാണ് BJP-യോടൊപ്പം പോയത്. അല്ലാതെ എന്ത് പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയുള്ളത്? BJP-യും പറയുന്നത് അതിനെ സംബന്ധിച്ചൊരു പ്രയോഗം തന്നെ വന്നല്ലോ, ലോണ്ടറി പൊളിറ്റിക്സ് എന്നുള്ള രീതിയിൽ. നമ്മൾ വാഷിംഗ് മെഷീനാണ് BJP. ഏത് വിഴുപ്പും അതിലിട്ട് അലക്കി പിന്നെ കഴിഞ്ഞാൽ അവർ വൃത്തിയാക്കി എടുക്കും. നിരവധി ഉദാഹരണങ്ങൾ ഉണ്ടല്ലോ. അജിത് പവാർ ഉൾപ്പെടെ, ഈ പറയുന്ന അസമിന്റെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഉൾപ്പെടെ വലിയ തോതിൽ അഴിമതി കേസുകളിൽ ബന്ധപ്പെട്ട് ED അന്വേഷണവും മറ്റുമൊക്കെ നടക്കുമെന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴകത്താകുമെന്നൊക്കെ പറഞ്ഞു നിന്ന ആളുകളാണ്. പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്, തൊടുന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് സ്വന്തം പാർട്ടിയിൽ നിന്ന് മാറി BJP-യോടൊപ്പം പോവുകയും അവർ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രിയൊക്കെ ആയി. പിന്നീട് ഞാൻ പറയുന്നത്, അവരൊക്കെ അങ്ങനെ പോയ ആളുകളൊക്കെ അവരുടെ ഒരൊറ്റ ലക്ഷ്യമെന്ന് പറയുന്നത് അവരുടെ തടി രക്ഷപ്പെടുത്തുക എന്നതല്ലാതെ അവർക്ക് മറ്റ് രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യങ്ങളോ അല്ലെങ്കിൽ ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നുമല്ല. അതൊക്കെ ഈ ഭയത്തിന്റെ പുറത്താണ് അവരൊക്കെ മറുകണ്ഠം ചാടിയിട്ടുള്ളത്. ഈ ഭയം അപ്രത്യക്ഷമാകുമ്പോൾ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഭരണകൂടം ഇതല്ല എന്ന തോന്നലുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അപ്പുറത്ത് പോയവർ ഇപ്പുറത്ത് വരികയോ അല്ലെങ്കിൽ മറ്റൊരു നിലപാടെടുക്കുകയോ ഒക്കെ ചെയ്യുമെന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയമില്ല. അതിനേക്കാൾ അപ്പുറമാണ് ഞാൻ കാണുന്നത്, ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ഒരു സഖ്യം BJP-ക്കെതിരെ രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയെങ്കിലും ആദ്യമൊന്നും അത് ക്ലച്ച് പിടിച്ചില്ല. പല കാരണങ്ങളുണ്ട്. പക്ഷേ ആ ഇന്ത്യ സഖ്യത്തിന്റെ അടുത്ത ദിവസങ്ങളിലുള്ള പ്രകടനവും അടുത്ത ദിവസങ്ങളിലുള്ള അവരുടെ ശരീരഭാഷയും അവരുടെ വാക്കുകളിലെ ഊർജവും ഒക്കെ എടുക്കുന്ന സമയത്ത് BJP-യും NDA-യും എന്ത് പറഞ്ഞാൽ തുടങ്ങിയത്? 400+ എന്ന് പറഞ്ഞാൽ തുടങ്ങിയത്. 370 തങ്ങളുടെ മുന്നണിക്ക് 400-ലധികം എന്നൊക്കെ പറഞ്ഞാണ്. ഞങ്ങൾ ഭരണഘടന മാറ്റും, പൊളിച്ചെഴുതും, ഇന്ത്യയാകെ പിന്നെ തങ്ങളുടെ വരുതിയിലാക്കും എന്നൊക്കെ വീമ്പ് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ BJP ഇന്ന് ഈ പറയുന്ന രീതിയിൽ അത്തരത്തിലുള്ള സംഗതികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ പച്ചയ്ക്ക് വർഗീയത പറയുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം BJP-ക്ക് ഉണ്ടായി എന്ന് പറയുമ്പോൾ സാമാന്യ ജനങ്ങൾ ചിന്തിക്കുമല്ലോ, ഇതെന്താ ഈ നാട്ടിൽ നടക്കുന്നത്? 10 വർഷം അധികാരത്തിലിരുന്ന ഒരു ഗവൺമെന്റ് തങ്ങളുടെ ഗവൺമെന്റിന്റെ നേട്ടത്തെക്കുറിച്ചോ അതിന്റെ മെച്ചത്തെക്കുറിച്ചോ ജനങ്ങളോട് സംസാരിക്കാതെ ഇപ്പോൾ പപ്പു ഇല്ലല്ലോ. ഇപ്പൊ പപ്പുവിനെ കാണാനില്ല. പപ്പു എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിരുന്നു. ഇപ്പൊ ഷഹസാദ എന്നൊക്കെയാ പറയുന്നത് അല്ലെ, പ്രിൻസ് എന്നുള്ള അർത്ഥത്തിൽ, രാജകുമാരൻ എന്നുള്ള അർത്ഥത്തിൽ. അതിന് തിരിച്ചടി കൊടുത്തു. മോദി പ്രധാനമന്ത്രിയല്ല എന്ന് രാഹുൽ ഗാന്ധി അദ്ദേഹം രാജാവാണ് എന്ന് മറുപടി കൊടുക്കുകയും ചെയ്തു. ആ രീതിയിൽ കൊണ്ടും കൊടുത്തും പോകുന്ന രീതിയിലേക്ക് ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യം മാറിയിരിക്കുന്നു. അതിൽ തന്നെ
നരേന്ദ്രമോദിയുടെ മുഖത്തു നോക്കി രാഹുൽ ഗാന്ധിക്ക് അങ്ങേക്ക് ഭയമുണ്ടോ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് അംബാനിയെയും അദാനിയെയും നരേന്ദ്രമോദി തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വലിച്ചഴക്കുന്ന രീതിയിലേക്കൊക്കെ അട്ടിമറിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് ശരിക്കും തോൽക്കുമെന്നുള്ള ഭയം ശരിക്കും കുടുങ്ങിയിട്ടുണ്ടാവും. തോൽക്കുമെന്ന് മാത്രമല്ല, ഈ പറയുന്ന തരത്തിൽ അവരുടെ ഇന്റേണൽ സർവേ 165 സീറ്റുകളിൽ അവർ പരാജയം നേരിടുന്നു എന്ന ഒരു ഇന്റേണൽ സർവേ വന്നതിന് ശേഷം ആണ് BJP വലിയ തോതിൽ ബാക്ക് ഫുട്ടിലേക്ക് പോയിട്ടുള്ളത്. 113 MP-മാരെയാണ് അവർ സീറ്റ് കൊടുക്കാതെ മാറ്റി നിർത്തിയത്. കാരണം അവർക്കൊക്കെ എതിരെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന BJP ആണ്. ഈ 303 സീറ്റിൽ നിന്ന് 113 MP-മാർ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എവിടെയാ ഭൂരിപക്ഷം കിട്ടുക? 272 സീറ്റ് വേണം. ആ 272 സീറ്റിലേക്ക് എത്താൻ ഇപ്പോൾ BJPയും അവരുടെ സഖ്യകക്ഷികളും പെടാപ്പാട് പെടുകയാണ് എന്നതാണ് വാസ്തവം എന്ന് സൂചിപ്പിക്കുന്ന. എന്താ ഉത്തർപ്രദേശിലൊക്കെ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് വല്ലാത്ത രീതിയിലേക്ക് ശരിക്കും കോൺഗ്രസിനെ ഏറ്റെടുക്കുന്ന ഇന്ത്യ സഖ്യത്തിന് അഖിലേഷ് യാദവ് നല്ല രീതിയിലേക്ക് വലിയ തോതിൽ ഡെവലപ്പ്. അതുപോലെ തന്നെ വലിയൊരു പണിയുണ്ട്. വലിയൊരു പണി ഉത്തർപ്രദേശിൽ അതിന് മുൻപ് സംസാരിക്കേണ്ട വേറെ വിഷയമുണ്ട്. കേജ്രിവാള് പുറത്തിറങ്ങി ആറാടുകയാണ്. അത് വല്ലാത്ത രീതിയിലേക്ക് അടിച്ചു കയറുവാണ്. അതായത് നിറഞ്ഞാടുകയാണ്. കേജ്രിവാള് ചോദിച്ചൊരു ചോദ്യം നിങ്ങൾ മാധ്യമങ്ങൾ കാണുന്നില്ലേ എന്നാ ചോദിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ സംഭവം. അതായത് ഞാൻ ഓരോന്ന് പറഞ്ഞു വരുന്നത്, ഉത്തർപ്രദേശില് നമ്മൾ ഡൽഹിയിലേക്ക് വരാം. ഉത്തർപ്രദേശിൽ നിന്നുകൊണ്ട് 80 സീറ്റ് ഉത്തർപ്രദേശിൽ നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? 50 സീറ്റ് ഇത്തവണ ഇന്ത്യ സഖ്യം നേടുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. എവിടുന്നാ പറയുന്നത്? ഉത്തർപ്രദേശിൽ നിന്ന്. വല്ലാത്ത രീതിയിൽ ബീഹാറിൽ തേജസ്വി യാദവിന്റെ തേരോട്ടം നടക്കുകയാണ്. വലിയ തോതിലുള്ള ഒരു മാറ്റമാണ് ബീഹാറിൽ നടക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തോതിലുള്ള പാർലമെന്റ് അംഗങ്ങളെ സംഭാവന ചെയ്യുന്ന സംസ്ഥാനമാണ്. മഹാരാഷ്ട്രയിൽ വമ്പിച്ച തോതിലുള്ള അടിയൊഴുക്കുകൾ ശരത് പവാറിനും അതുപോലെ തന്നെ ഉദ്ധവ് താക്കറേക്കും അനുകൂലമായി അതിനകത്ത് അടി തുടങ്ങിയിരിക്കുന്നു. NDA മുന്നണിയിലെ ഘടകകക്ഷികൾ തമ്മിൽ അടി തുടങ്ങുന്നത് സ്വാഭാവികമാണല്ലോ. ഇതിനൊക്കെ അപ്പുറമാണ് നേരത്തെ പറഞ്ഞ ഡൽഹി. അടി തുടങ്ങും, അടി ഉണ്ടാവണം. കാര്യം എന്താ വെച്ചാൽ പല ആളുകളെയും പല MLA-മാരെയും ഒക്കെ പീഡിപ്പിച്ചാണ് ശരിക്കും ഇവരൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത്. പർച്ചേസ് ചെയ്തുണ്ടാക്കിയ ഗവൺമെന്റ് ആണ്. ആ ഒരു പർച്ചേസ് ചെയ്ത ആളുകളൊക്കെ ശരിക്കും എന്താണ് ഒരു ലിമിറ്റിൽ വിട്ട് സംസാരിക്കാനോ ഒരു ലിമിറ്റിൽ വിട്ട് ഇവരെ ഭയപ്പെട്ടല്ലാതെ ജീവിക്കാനോ കഴിയാത്ത അവസ്ഥ വന്ന സാഹചര്യം ഇന്ന് നിലവിലുണ്ട് എന്നുള്ളത് പ്രേക്ഷകരോട് പറയാണ്. പ്രേക്ഷകരിൽ ഒരാളെ പീഡിപ്പിച്ച് എത്ര കാലം ഭരിക്കാൻ കഴിയും എന്നുള്ളത് ശരിക്കും നമുക്കൊന്നും ആലോചിക്കേണ്ട വിഷയം. ആ ഭയം പോയ ഒരു സംഭവം വളരെ പ്രകടമായി നമ്മൾ ഹരിയാനയിൽ കണ്ടല്ലോ. 3 MLA-മാർ BJPക്ക് പിന്തുണ കൊടുത്തിരുന്നവർ അത് ഒഴിവാക്കി തിരിച്ചു കോൺഗ്രസിന് പിന്തുണ കൊടുത്തു. BJPയുടെ സഖ്യകക്ഷിയായ JJP കോൺഗ്രസിന് പിന്തുണ കൊടുക്കാൻ പോകുന്നു. ഇതൊക്കെ നടക്കുന്നത് സംസ്ഥാനത്തിന് ഡൽഹിക്ക് തൊട്ടടുത്താണ്. കേന്ദ്ര ഭരണകൂടത്തിന്റെ മൂക്കിന് താഴെയാണ് ഇതൊക്കെ നടക്കുന്നത്. ഞാൻ പറഞ്ഞ ഡൽഹിയിലെ സംഭവ വികാസം അരവിന്ദ് കെജ്രിവാളിന് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത ഒരു വിധിന്യായത്തിലൂടെ അരവിന്ദ് കെജ്രിവാൾ ജാമ്യത്തിൽ പുറത്തിറങ്ങുകയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഡൽഹിയിലും പഞ്ചാബിലും ഹരിയാനയിലും അതുപോലെ തന്നെ ഈ പറയുന്ന BJPയുടെ ഹിന്ദി ഹൃദയ ഭൂമിയിലാകെ വലിയ തോതിലുള്ള ചലനമുണ്ടാക്കാൻ കഴിയുന്ന തരത്തിലാണ് അരവിന്ദ് കെജ്രിവാളിന്റെ പടപ്പുറപ്പാട് തുടങ്ങിയിട്ടുള്ളത്. അതിന്റെ പ്രതിഫലനം, അതിന്റെ പ്രതികരണം ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പറയുന്ന ഉത്തർപ്രദേശിന്റെയും ബീഹാറിന്റെയും ഹിന്ദി ഹൃദയ ഭൂമിയിലാകെ നമുക്ക് കാണാൻ കഴിയും. 30-ലേറെ സീറ്റാണ്, 31 സീറ്റോ മറ്റോ ആണ് അരവിന്ദ് കെജ്രിവാളിന് നേരിട്ട് നിയന്ത്രണമുള്ള അല്ലെങ്കിൽ AAPക്ക് നേരിട്ട് നിയന്ത്രണമുള്ള സംസ്ഥാനങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന 4ാം ഘട്ടത്തിൽ. ഞാൻ പറയുന്നത് ഈ ഒരു ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് സമയം തന്നെ കേജ്രിവാളിനെ ഉള്ളിലിട്ട് ലോക്ക് ചെയ്യുക എന്നുള്ളൊരു തന്ത്രമാണ് ഇവർ പരീക്ഷിച്ചതെങ്കിൽ അത് പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ആഘാതം വല്ലാത്ത രീതിയിലേക്കാണ്. PMLA ആക്ടിന് ഒരു പ്രത്യേകതയുണ്ട്. അത് പ്രകാരം പിടിച്ചകത്തിട്ടാൽ അങ്ങനെയല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത, കോടതിക്ക് മുമ്പിൽ തെളിയിക്കേണ്ട ബാധ്യത ഈ പിടിച്ചകത്തിട്ടയാൾക്കാണ്. UAPAയുടെ സ്വഭാവം അതാണല്ലോ. അതുകൊണ്ട് അങ്ങനെ അകത്തിടുന്ന ആളുകൾക്ക് ജാമ്യം കിട്ടാൻ വളരെ വളരെ പ്രയാസമാണ്. അപ്പൊ അങ്ങനെ ഒരു കേസിൽ ജാമ്യം പോലും അപ്ലൈ ചെയ്യാതെ എന്തൊക്കെ പണിയെടുത്തു, ജാമ്യം കൊടുക്കാതിരിക്കാൻ എന്തൊക്കെ പണിയെടുത്തു. ഒടുവിൽ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തേക്കുമെന്നുള്ളൊരു മൂഡിലാണ് കോടതി പോകുന്നത് എന്ന് കണ്ടപ്പോൾ NIA കൊണ്ട് കേസെടുപ്പിക്കാൻ ഒരു ശ്രമം നടത്തിയില്ലേ?
പിന്നെ പിന്നെ ഗവർണറെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. ഞാൻ പറയുന്നത് ഏത് തരത്തിലും പൂട്ടണം എന്നുള്ള നിലയിൽ പോകുമ്പോൾ അതിനെ പൊട്ടിച്ചു വരുന്ന സമയത്ത് ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു തിരിച്ചറിവുണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഒരു തിരിച്ചറിവുണ്ട്. ആരൊക്കെയാണ് നാറിയത്? ഈ രാജ്യത്തെ പ്രീമിയർ ഏജൻസികളായിട്ടുള്ള ED ഉൾപ്പെടെ, ഇൻകം ടാക്സ് ഉൾപ്പെടെ, ഇവിടുത്തെ CBI ഉൾപ്പെടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഏജൻസികൾ ഉൾപ്പെടെ ഇന്ന് നാറി നിൽക്കുകയാണ്. ഇന്ത്യയുടെ ഭരണകൂടം തലതാഴ്ത്തി നിൽക്കുകയാണ്. ആ നിലയിലേക്ക് അരവിന്ദ് കെജ്രിവാളിന്റെ ഈ ജാമ്യം, അദ്ദേഹത്തിന് 2-ാം തീയതി വീണ്ടും ജയിലിലേക്ക് മടങ്ങണം എന്നൊക്കെ കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ജാമ്യം നീട്ടിവെക്കാൻ അപേക്ഷ കൊടുത്ത് ഒരുപക്ഷെ നീട്ടിക്കൂടാന്നൊന്നുമില്ല. ഞാൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായിട്ടുള്ള ഒരു ഗെയിം ചേഞ്ചർ. പുറത്തിറങ്ങിയോ ഇല്ലേ എന്നുള്ളതാണ് വലിയ സംഭവം. അദ്ദേഹം പുറത്തിറങ്ങി ഒരു സ്റ്റേജിൽ പ്രസംഗിച്ചോ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ശരിക്കും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് മുന്നിൽ എത്തിച്ചോ എന്നുള്ളതാണ്. ജയിലിലാവുമ്പോൾ ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഇറക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതായിരുന്നു BJPയുടെ കണക്ക്. അല്ല, ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ പല സ്റ്റേജുകളിലായിട്ട് എത്തിച്ചോ എന്നുള്ളതാണ്. അദ്ദേഹത്തെ തടവിലാക്കി എന്തിനാ? പ്രചാരണം തീരുന്നത് വരെ അല്ല, കെജ്രിവാളിനെ പൂട്ടാൻ പറ്റില്ല. അല്ല, ഞാൻ പറയുന്നത് ഇതൊരു വലിയ പോയിന്റാണ്. അതായത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു കാരണവശാലും പുറത്തറിയരുത്, ജനങ്ങൾ അറിയരുത് എന്ന് വെച്ചാണ് അദ്ദേഹത്തെ ലോക്ക് ചെയ്തത്. ആ ലോക്ക് ചെയ്തതിൽ നിന്നും പണി പാളിപ്പോയി. BJPക്ക് ശരിക്കും കിട്ടിയ പണിയാണ് ശരിക്കും കേജ്രിവാൾ പുറത്തു വന്നത് ശരിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് ഇറങ്ങിയത് എന്നുള്ളത് വലിയ ലെവലിലേക്ക് BJP കിട്ടുന്ന ഏറ്റവും വലിയ അടിയാണ്. കാര്യം എന്താണോ അവരുദ്ദേശിച്ചതിന്റെ ഓപ്പോസിറ്റ് റിയാക്ഷനിലേക്ക് വന്നു. ഇനി എന്താണ്, പല സ്റ്റേജുകളിലും അദ്ദേഹം പ്രസംഗിക്കുന്നത് തന്നെ. അല്ലെങ്കിൽ ജയിലിലാണെങ്കിൽ അദ്ദേഹത്തിന് പ്രസംഗിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തെരഞ്ഞെടുപ്പ് പരാജയം കണ്ടിട്ടില്ലാത്ത ഒരാളാണ് നരേന്ദ്രമോദി. അദ്ദേഹം ജയിച്ചപ്പോഴൊക്കെ തന്നെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ ആയിട്ട് വലിയ തോതിൽ ജയത്തിലൂടെ ആറാടി മുന്നോട്ട് പോയ നേതാവാണ്. പരാജയം അയാൾ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ അയാൾ പരാജയവുമായി മുഖാമുഖം നിൽക്കുന്നു. പരാജയവുമായി അദ്ദേഹം അഭിമുഖം നിൽക്കുകയാണ്. അങ്ങനെ ഒരു അഭിമുഖം നിൽക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു മനോവിഭ്രാന്തിയുണ്ട്. ആ വിഭ്രാന്തിയാണ് അദ്ദേഹത്തെ ഇത്തരത്തിലുള്ള വർഗീയ പ്രതികരണങ്ങളിലേക്ക് നയിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. ഏറ്റവും ഒടുവിൽ സെൻസസിന്റെ കാര്യം, ഈ പ്രത്യുൽപാദന നിരക്കുമായി ബന്ധപ്പെട്ട് മുസ്ലിംകളുടെ ജനസംഖ്യാ വളർച്ചയെ കുറിച്ചൊരു കണക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിടുക. പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ഇതാണോ പണി? രാജ്യത്ത് സെൻസസ് നടത്താത്ത പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയുടെ ഓഫീസിൽ നിന്ന് തട്ടിക്കൂട്ടിയ ഒരു രേഖ എവിടെ നിന്നൊക്കെയോ എടുത്തിട്ട് ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ PMO പുറത്തുവിടുകയാണ്. എന്താ പറയുന്നത്? എങ്ങനെയൊക്കെ ഹിന്ദു മുസ്ലിം വിഭജനം ഉണ്ടാക്കാൻ കഴിയുമോ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേഡേഴ്സിനെ അവരെ വീണ്ടും എനർജറ്റിക് ആയിട്ട് രംഗത്ത് കൊണ്ടുവരും. വോട്ട് ചെയ്യാൻ ആള് പോകുന്നില്ലെന്നേ. ഈ പറയുന്ന ഹിന്ദുത്വവും ഈ വർഗീയതയും ഒക്കെ ഇൻജക്ട് ചെയ്തിട്ടും ആളുകൾ വോട്ട് ചെയ്യാൻ പോകുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വരെ ദുരുപയോഗപ്പെടുത്തിയില്ലേ? ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ന് വരെയുണ്ട്. പല അധികാര സ്ഥാനങ്ങളും അധികാര കേന്ദ്രങ്ങളും മാറി വന്ന ചരിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും നമ്മുടെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെ തള്ളി പറഞ്ഞതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? കാർഗെ ഒരു കത്ത് കൊടുത്തപ്പോൾ കാർഗയെ നോക്കി കണ്ണുരുട്ടുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയുടെ നേതാവിനെ നോക്കി കണ്ണുരുട്ടുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിങ്ങൾ ആ വോട്ട് ചെയ്തതിന്റെ കണക്ക് പുറത്തുവിടണം, അത് കൃത്യസമയത്ത് പുറത്തുവിടണം. അത് പറയാനുള്ള ധാർമ്മികമായ, അത് ചോദിക്കാനുള്ള ധാർമ്മികമായ അധികാരം ഒരു കക്ഷിയുടെ തലവൻ എന്നുള്ള നിലയിൽ ഖാർഗെക്കില്ലേ? അദ്ദേഹത്തെ നോക്കി കണ്ണുരുട്ടുകയാണോ ചെയ്യണം? അദ്ദേഹം വീണ്ടും കത്തയക്കാൻ പോവുകയാണ്. ഞാൻ പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട്, ഇവിടുത്തെ പ്രീമിയർ ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയും ഭരണത്തിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അന്തിമ ശ്രമത്തിലാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ഉൾപ്പെടെയുള്ളവർ. അതിനുവേണ്ടി അവർ കാട്ടിക്കൂട്ടിയതെല്ലാം പാഴാകും എന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വാർത്തകൾ നമ്മളോട് പറയുന്നത്. തീർച്ചയായും ഒരു ദൈവവും രാഷ്ട്രീയവും ഒക്കെ മാറ്റി നിർത്തിയാൽ പ്രപഞ്ചം എന്നുള്ളത് ഒന്നുണ്ട്. അത് ശരിക്കും തിരിച്ചു കിട്ടും. കാര്യം ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഭരണത്തിന്. ഒരുപാട് പേര്, ഇപ്പോ എക്സാമ്പിൾ പറയുമ്പോൾ വളരെ നീചമായ പ്രവൃത്തി ചെയ്തത് ശരിക്കും കോവിഡ് വാക്സിന്റെ കാര്യത്തിലാണ്. ജനങ്ങളൊക്കെ പ്രഷറായി വരുന്ന രീതിയിലേക്ക് വരുന്ന സംഭവമാണ് ശരിക്കും. ഏറ്റവും വളരെ മോശമായി ജനങ്ങളെ വല്ലാത്ത രീതിയിലേക്ക് കഷ്ടപ്പെടുത്തുക. ഒരു മരുന്നിന്റെ ക്വാളിറ്റി പോലും നിശ്ചയിക്കാൻ കഴിയാത്ത സർക്കാരാണോ എന്ന് വളരെ മോശത്തോടെ ചോദിക്കണം. ജനങ്ങളുടെ ജീവന് വില പറഞ്ഞ സർക്കാർ. പുള്ളിയുടെ പണം മാറ്റി. അതിന് പ്രത്യേകിച്ച് അത് ഈ ബസ്, അത് ഇപ്പൊ ഒരു ട്രോൾ കണ്ട പോലെ ബസ് ആക്സിഡന്റ് ആയ ഡ്രൈവർ ഓടി രക്ഷപ്പെടും എന്ന് പറഞ്ഞ പോലെ നാണം ഇല്ലേ ഇത്തരം രീതിയിലേക്കൊക്കെ ചിന്തിക്കാനെന്ന് ഞാനൊക്കെ പലപ്പോഴും ചിന്തിച്ചു പോയതാണ്. കാര്യം ജനങ്ങളുടെ സുരക്ഷ പോലും നോക്കാത്ത സർക്കാരുകൾ എന്താണ് സർക്കാർ എന്ന് വിളിക്കാൻ കഴിയുമോ ഇതിനൊക്കെ? അപ്പൊ അതുപോലെ തന്നെ രാഷ്ട്രീയവും
മതവും മാറ്റി നിർത്തിയാൽ പ്രപഞ്ചം എന്നൊന്നുണ്ട്, അത് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. അതായത് ആരെ പേടിപ്പിച്ച് പീഡിപ്പിച്ച് ഫോർ ജീവിച്ചാൽ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് ന്യൂട്ടന്റെ നിയമമുണ്ട്. അത് കറക്റ്റ് ആയിട്ട് കിട്ടും. നന്ദി, നമസ്കാരം.